കർണാടകയിലെ കാർവാർ എം.എൽ.എ. സതീഷ് കൃഷ്ണ സെയിലുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇ.ഡി. പരിശോധന നടത്തുന്നു. വിദേശത്ത് നിന്ന് ഇരുമ്പയിര് കയറ്റുമതി ചെയ്തതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 15 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. ശ്രീധരൻ, ഈ അർജുന്റെ തിരച്ചിലുമൊക്കെയായി ബന്ധപ്പെട്ടാണ് സതീഷ് കൃഷ്ണ സെയിലിനെ മലയാളികൾക്ക് കൂടുതൽ പരിചിതമാകുന്നത്. പക്ഷേ അതിനു മുൻപേ അദ്ദേഹം ഇതേപോലെ ഈ അനധികൃത ഇടപാടുകളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഏറ്റിട്ടുള്ള ആളാണ്. അതിനുശേഷവും സമാനമായ കേസുകളുണ്ടായി. ഇപ്പോഴെന്താണ് ഈ പരിശോധന നടക്കുന്നതിന്റെ വിവരങ്ങൾ? എന്തൊക്കെ കേസുകളാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത്? ദിവിഷ്, കാർവാറിലെ ബിലേക്കരെ എന്ന് പറയുന്ന തുറമുഖമുണ്ട്. ആ തുറമുഖം വഴി അനധികൃതമായി ഖനനം ചെയ്തെടുത്ത ഇരുമ്പയിര് കയറ്റുമതി ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് ഈ സതീഷ് കൃഷ്ണ സെയിലിനെ ഇപ്പോൾ ഇ.ഡി. പരിശോധന നടത്തുന്നത്. നേരത്തെ വനം വകുപ്പാണ് ഈ ബിലേക്കര തുറമുഖത്തേക്ക് കൊണ്ടുപോയ ഇരുമ്പയിര് പിടിച്ചെടുത്തത്. ഏതായാലും പ്രാഥമിക പരിശോധനയിൽ 38 കോടിയോളം രൂപയുടെ നഷ്ടം ഈ അനധികൃത ഇരുമ്പയിര് ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ഏതായാലും ഈ സമാനമായിട്ടുള്ള ഒരു കേസിൽ തന്നെ ഈ ബിലേക്കര തുറമുഖം വഴിയുള്ള ഇത്തരം ഇടപാടുകളിൽ, നികുതി വെട്ടിപ്പ് ഇടപാടുകളിലൊക്കെ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അന്വേഷണം വന്നു. വിചാരണ ഘട്ടത്തിൽ വന്ന അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തുകയും പിന്നീട് കോടതി ശിക്ഷിക്കുകയും ചെയ്തു. ഏതായാലും ആ ശിക്ഷാ നടപടിയിൽ ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുകയാണ്. 3 മാസം മുൻപ് സ്റ്റേ വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ തുടർ അന്വേഷണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇ.ഡിയുടെ ബംഗളൂരു ഓഫീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നത്. 15 ഇടത്താണ് പരിശോധന. കാർവാറിലുണ്ട്, ബംഗളൂരുവിലുണ്ട്, അതുപോലെ തന്നെ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും വിപുലമായിട്ടുള്ള പരിശോധന 15 ഇടങ്ങളിലായി ഇപ്പോൾ പുരോഗമിക്കുന്നു. 24ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് സതീഷ് കൃഷ്ണ സെയിലിന്റെ പ്രതികരണം വന്നിട്ടില്ല. അദ്ദേഹം ബംഗളൂരുവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിയമസഭ നടക്കുന്ന സമയം കൂടിയാണ്. ശരി ശരി. കെ.ബി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.